വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി എന്ന ചെറുകഥയെക്കുറിച്ചാണ് നമുക്ക് അല്പം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇംഗ്ലീഷ് സാഹിത്യ സമ്പർക്കവുമായിട്ടാണ് മലയാളത്തിൽ ചെറുകഥയുടെ ആവിർഭാവം തന്നെ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാകാരനായി പരിഗണിച്ചു പോരുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെയാണ്. എഴുതുമ്പോൾ നായനാരെ പോലെ എഴുതാൻ ശീലിക്കണം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എഴുതിയ ഒ ചന്തുമേനോൻ മലയാള ചെറുകഥാ സാഹിത്യത്തിന്റെ പിതാവ് കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെ പറ്റി മൂർക്കോത്ത് കുമാരനോട് പറഞ്ഞ വാക്കുകളാണിത്. അതായത്, എഴുതുമ്പോൾ നായനാരെ പോലെ എഴുതാൻ ശീലിക്കണം. മഹാകവി ഉള്ളൂര് നായനാരെ അമേരിക്കൻ ഫലിത സാഹിത്യകാരനായ മാർക്ക് ട്വെയിനിനോടാണ് ഉപമിച്ചത്. അത്രമേൽ ദീർഘവീക്ഷണവും മൗലികതയും സാഹിത്യബോധവും നർമ്മവും പരിഹാസവും അടങ്ങിയ സാഹിത്യകാരനായിരുന്നു കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. അദ്ദേഹം ഒരു നിയമസഭാ അംഗവും സാമൂഹിക പരിഷ്കരണവാദിയും ഒക്കെ ആയിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും പ്രസിദ്ധീകരിച്ച കേരള ചന്ദ്രികയിലൂടെയാണ് 18-ാം വയസ്സിൽ നായനാർ സാഹിത്യ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിരുന്ന കേരള പത്രികയിൽ അദ്ദേഹം മുഖ്യ ലേഖകനായിരുന്നു. ജന്മി കുടുംബത്തിലെ കാരണവർ കൂടിയായിരുന്ന നായനാര് അനാചാരങ്ങളെ എതിർത്തുകൊണ്ടാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. ഈ നായർ കുടുംബങ്ങളിലെ കാരണവന്മാർ, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ തുടങ്ങിയ പലർക്കും നായനാരുടെ തൂലികയുടെ പ്രഹരമേറ്റിട്ടുണ്ട്. കേരള സഞ്ചാരി, കേരള പത്രിക എന്നീ പത്രങ്ങളുടെ പത്രാധിപരായും ഇദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള സഞ്ചാരിയിൽ നായനാർ എഴുതിയ ഒന്നാമത്തെ മുഖപ്രസംഗം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നതാണ്. ഈ കേരള സഞ്ചാരിയിൽ എഴുതുമ്പോഴാണ് ഇദ്ദേഹം കേസരി എന്ന തൂലികാ നാമം സ്വീകരിച്ചത്. ഇതിനൊക്കെ പുറമെ ദേശാഭിമാനി, സ്വദേശിമിത്രൻ, വജ്രബാഹു, വജ്രസൂചി എന്നീ തൂലികാ നാമങ്ങളിലും ഭാഷാപോഷിണി, മിതവാദി, സരസ്വതി, ജനരഞ്ജിനി, കോഴിക്കോടൻ മനോരമ, മലയാള മനോരമ എന്നിവയിലും നായനാർ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി 1891 വിദ്യാവിനോദിനിയിലാണ് പ്രസിദ്ധീകരിച്ചത്. കഥാപാത്ര പ്രധാനവും നർമ്മരസപൂർണവുമാണ് ഈ കഥ. കഥാനായകൻ സ്വാനുഭവം വിവരിക്കുന്ന രീതിയിലാണ് ഇതിലെ ആഖ്യാനരാശി. ഇന്ദുലേഖ പ്രസിദ്ധപ്പെടുത്തുന്ന 2 കൊല്ലത്തിനിടയിലാണ് വാസനാവികൃതിയും പ്രസിദ്ധപ്പെടുത്തിയതെന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. കഥാകൃത്ത് ടി പത്മനാഭൻ കേസരിയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: മലയാള ചെറുകഥയിലെ വേര് തന്നെയാണ് കേസരി നായനാർ. കേസരിയെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇന്നത്തെ ഏത് സാഹിത്യകാരരെക്കാളും ഭാവനാവിലാസം കേസരിക്കുണ്ടായിരുന്നു. ഓരോ കഥയിലും പുതുമയുള്ള വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. പിന്നീട് നായനാരുടെ ശൈലിയെക്കുറിച്ച് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതിയിൽ EMS എഴുതിയത് ഇപ്രകാരമാണ്: സമുദായത്തിൽ നടക്കുന്ന അനേകം ദുരാചാരങ്ങളെയും അവയുടെ മൂർത്തീകരണങ്ങളായ ജനവിഭാഗങ്ങളെയും സമുദായ ജീവിതത്തിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെയും കുറിച്ച് ഫലിതമയമായി വിവരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലുകളിലും ചാക്യാന്മാരുടെ കൂത്തുകളിലുമുള്ള ഗുണം ഉള്ളിൽ തട്ടത്തക്കവിധം തമാശയായും, എന്നാൽ തമാശയ്ക്ക് വേണ്ടി കാര്യം വിടാതെയും ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളെയും ആളുകളെയും വിമർശിക്കുക എന്ന സ്വഭാവം പകർത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മാതൃകയെ അനുകരിച്ച് പിന്നീട് ഹാസ്യഗദ്യ സാഹിത്യ പ്രസ്ഥാനം വരുന്നുണ്ട്. പുത്തേഴത്ത് രാമൻ മേനോനെ പോലെ ചിലർ ശ്രമിക്കുകയുണ്ടായാലും അതൊന്നും ഫലവത്തായില്ല. നായനാരോട് കിടപിടിക്കാവുന്ന ചുരുക്കം ഹാസ്യ സാഹിത്യകാരന്മാർ മലയാളത്തിൽ ഉയർന്നു വന്നത്
സഞ്ജയനും EV കൃഷ്ണപിള്ള തുടങ്ങിയവരാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. എന്നാൽ ഇവർ പോലും നായനാരേക്കാൾ അധികം ഉയർന്ന സ്ഥാനം വഹിക്കുന്നുവെന്ന് പറയാൻ വയ്യ എന്നാണ് EMS വിലയിരുത്തുന്നത്. ഒരു മോഷ്ടാവ് സ്വന്തം കഥ പറയുന്ന നിലയിലാണ് വാസനാവികൃതി നിബന്ധിച്ചിട്ടുള്ളത്. താൻ സ്വയം അതിസമർത്ഥനാണെന്ന് വിശ്വസിക്കുന്ന ഇക്കണ്ടക്കുറുപ്പ്. രാജ്യശിക്ഷ അനുഭവിച്ചിട്ടുള്ളതിൽ എന്നെപ്പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല. ഇതാണ് വാസനാവികൃതിയിലെ ആദ്യ വാചകം. ജന്മനാ മോഷണവാസന കിട്ടിയ ഇക്കണ്ടക്കുറുപ്പെന്ന കള്ളൻ തന്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു നമ്പൂതിരിയുടെ വീട്ടിൽ അയാൾ മോഷണത്തിന് കയറുന്നു. ഉണരാതിരിക്കാൻ നമ്പൂതിരിക്ക് മയക്കുമരുന്ന് നൽകുന്നു. മയക്കുമരുന്നിന്റെ അളവ് കൂടിപ്പോവുകയും ചെയ്തു. അങ്ങനെ കൊലപാതക കുറ്റം കൂടി കള്ളന്റെ തലയിൽ ആവുന്നു. അവിടെ നിന്ന് കിട്ടിയ ആഭരണപ്പെട്ടി അയാൾ കാമുകിക്ക് കൊടുക്കുന്നു. അതിലൊരു മോതിരം അവൾ അയാളെ അണിയിക്കുകയും ചെയ്തു. അങ്ങനെ കഥ പുരോഗമിക്കുകയാണ്. ഒടുവിൽ ഈ മോതിരം മൂലം അയാൾ പിടിയിലാകുന്നു. പൂർവികർക്ക് നാണക്കേട് വരുത്തിയത് നിമിത്തം മോഷണം അവസാനിപ്പിച്ച് കാശിക്ക് പോകാൻ ഇക്കണ്ടക്കുറുപ്പ് തീരുമാനിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു. CP അച്യുതമേനോൻ പത്രാധിപരായിരുന്ന വിദ്യാവിനോദിനി മാസികയിൽ 1891 വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത്. കഥാകൃത്തിന്റെ പേരില്ലാതെയാണ് കഥ അച്ചടിച്ചു വന്നത്. അതിനാൽ രചയിതാവ് ആരെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചു. വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ലേഖനങ്ങളും കഥകളും CD ഡേവിഡ് കേസരി എന്ന പേരിൽ സമാഹരിച്ച് 1910 പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ വാസനാവികൃതി ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതാവും ഭിന്ന അഭിപ്രായത്തിന് കാരണമായതെന്ന് പല ഗവേഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാസനാവികൃതിക്ക് പിന്നാലെ എത്തിയ ദ്വാരക അടക്കമുള്ള ചെറുകഥകളുടെ ആഖ്യാനവും ശൈലിയും വാസനാവികൃതിക്ക് സമാനമാണെന്നത് ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുകയും ചെയ്തു.